അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ ബാംഗ്ലൂരിൽ നടന്നൊരു സംഭവം. നല്ല സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു ഷരീഫ്. ഷരീഫ് എന്ന് പറഞ്ഞാൽ പ്രിയങ്കരനായിരുന്നു. ആ നാട്ടിൽ എല്ലാവർക്കും ഭാര്യയുണ്ട്, മക്കളുണ്ട്. വലിയ സന്തോഷത്തിൽ ഏത് വിഷയത്തിനും ആ നാട്ടുകാരെ കൂടെ സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നമസ്കാരം, നോമ്പ് എല്ലാം കൃത്യതയുള്ള ആളാണ്. ആ മനുഷ്യനെയാണ് പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് പിടികൂടുന്ന സമയത്ത് പലരും കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും, ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞാലും, എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, ഒരിക്കലും പിടികൂടല്ലേ, ഒന്നും ചെയ്യല്ലേ, ആക്രമിക്കല്ലേ. നാട്ടുകാർ പോലും വന്ന് പറഞ്ഞത് നല്ലൊരു മനുഷ്യനാണ്, എന്തിനാണ് ഇവനെ കൊണ്ടുപോകുന്നത് എന്ന രീതിയിലേക്ക് സംസാരിച്ചു. ഒരാളും പറയുന്നത് കേൾക്കാതെ അത്യാവശ്യമായി പോലീസ് പെട്ടെന്ന് കൊണ്ടുപോയതിൻ്റെ ശേഷമാണ് ഈ ഷെരീഫിനെ കുറിച്ച് കൃത്യമായി ആ നാട്ടുകാരും ആ ഭാര്യയും കേട്ട് ഞെട്ടിപ്പോയി. കാരണം 12 വർഷത്തോളം കല്യാണം കഴിഞ്ഞ് വലിയ സന്തോഷത്തിൽ കഴിഞ്ഞ, കുടുംബത്തോടും മക്കളോടും നല്ല നിലക്ക് കഴിഞ്ഞ ഷെരീഫിനെ പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്ക് വലിയ സന്തോഷമായി, എനിക്കും വലിയ സന്തോഷമായി ഈ വാർത്ത കേട്ടപ്പോൾ. കാരണം ഷെരീഫ് ഇന്നല്ല എപ്പോഴേ കൊണ്ടുപോകേണ്ട ഒരു മനുഷ്യനാണ്. കാരണം ഇവൻ ചെയ്ത ക്രൂരത എന്ന് പറയുന്നത് വല്ലാത്തൊരു ക്രൂരതയാണ്. 12 വർഷത്തിന് മുമ്പ് സ്വാഭിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ഇവൻ വിവാഹം കഴിഞ്ഞിരുന്നു. വിവാഹം വളരെ സന്തോഷത്തിനാണ്. 75 പവൻ നൽകി 1 ലക്ഷം രൂപ നൽകി ആണ് ആ വിവാഹം കഴിയുന്നത്. ആ കുടുംബത്തിന് ഇവൻ ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വേദനിപ്പിക്കുന്നൊരു ക്രൂരതയാണ്. കാരണം സ്വാഭിര വലിയ സന്തോഷത്തോടു കൂടിയായിരുന്നു ആ മരണപ്പെടുന്ന ദിവസം ഇവൻ്റെ കൂടെ പോയത്. അന്നൊരു പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾക്ക് വേണ്ടിയുള്ള വസ്ത്രം വാങ്ങാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ 2 പെൺകുട്ടികളുണ്ട്, ചെറിയ പെൺകുട്ടികളാണ്. 4 വർഷം പ്രായമുള്ള ഫിദ എന്ന് പറയുന്ന പെൺകുട്ടി, അതുപോലെ 2 വർഷം പ്രായമുള്ള ഐഫ എന്ന് പറയുന്ന പെൺകുട്ടി. സ്വാബിയുടെ പ്രായമാണെങ്കിൽ 21 വർഷമാണ്. ഇവർ സന്തോഷത്തോട് ഉപ്പയോട് വസ്ത്രം വാങ്ങിത്തരണമെന്ന് ആ മക്കൾ പറഞ്ഞപ്പോൾ ആ മക്കൾക്ക് വസ്ത്രം വാങ്ങാൻ പോയതാണ്. ആ ഉപ്പയുടെ പിന്നിൽ ഇവനിക്ക് 2 കാറുണ്ട്. ഈ കാറൊന്നും എടുക്കാതെ ഇവൻ്റെ സഹോദരൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് ഇവന് പോകുന്നത്. ആ പോകുമ്പോൾ തന്നെ ഇവൻ്റെ മുമ്പിൽ ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ക്രൂരത അവിടെ തെളിഞ്ഞിരുന്നു. നേരെ ഇവൻ സ്കൂട്ടിയുമായി വസ്ത്രം വാങ്ങാൻ പോയി. വസ്ത്രങ്ങളെല്ലാം വാങ്ങുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങുമ്പോൾ അതൊന്ന് ഇട്ടു നോക്കാൻ വേണ്ടി ആ കടയുടെ ഉടമസ്ഥൻ പറയുന്നുണ്ട്. കാരണം കുട്ടികൾക്കത് ചേരുന്നുണ്ടോന്ന് നോക്ക്, അന്ന് നോക്കിയിട്ടേ അത് എടുക്കുമെന്ന് പറയുമ്പോൾ അതൊന്നും ഗൗനിക്കുന്നതും പ്രശ്നമല്ല, അത് നല്ല വസ്ത്രമാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് അത് വാങ്ങുന്നു. കുട്ടികളെ കുറേ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നു, കൊണ്ടുപോകുന്നു, അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അർദ്ധരാത്രി വരെ കുട്ടികളും ഭാര്യയുമായിട്ട് കറങ്ങുകയാണ്. ഈ ഒരു സംഭവം നടക്കുന്നത് അരീക്കോടിൽ വെച്ചിട്ടാണ്, മലപ്പുറം അരീക്കോടിൽ വെച്ചിട്ടാണ്. ഈ സംഭവം പറയുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരക്കാരാണ്, നോമ്പുകാരാണ്, നല്ല മനുഷ്യനാണ് എന്ന് നാം കരുതിയിരിക്കുന്നവർ, അത് ചില ആളുകൾ ഈ നിസ്കാരം ഇതൊക്കെ ഒരു നാടകീയമായി നടത്തുന്നവരൊക്കെ ഉള്ളത് നമുക്ക് കാണുമ്പോൾ നല്ല മനുഷ്യനായി തോന്നും. എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ഹദീസുണ്ട് അതുപോലെ. ഈ മനുഷ്യന് അങ്ങനെ നേരെ 2 മണി രാത്രി ഇങ്ങനെ തൻ്റെ ചെറിയ കുഞ്ഞിനെടുത്തിട്ട്, ഈ ഫിദാ മോനെടുത്തിട്ട്, ഇങ്ങനെ ഐഫ മോനെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ ഗഫൂർ എന്ന് പറയുന്നവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോയി ചോദിക്കുന്നു, എന്താണ് സംഭവം, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഞാൻ പെട്ടെന്ന് വരുമ്പോൾ എൻ്റെ വണ്ടി ഒരു വെള്ളത്തടകയിൽ വീണ് മറിഞ്ഞ് എൻ്റെ ഭാര്യയും എൻ്റെ വലിയ മോള് ഫിദായും അതുപോലെ ഈ മോളും മരണപ്പെട്ടു. ഈ മോളൊന്ന് രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുവന്ന് 2 മക്കളെ എനിക്ക്, ഭാര്യ എനിക്ക് മൂത്ത മോളെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നു. ഇത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമായ നാട്ടുകാരെല്ലാം ഓടി വന്ന് ഷെരീഫിൻ്റെ കൂടെ നിന്ന് ഷെരീഫിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ബേജാറാകല്ലേ, സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ ആശ്വാസങ്ങളൊക്കെ നൽകി അവനിങ്ങനെ സമാധാനപ്പെടുത്തുകയാണ്. പക്ഷേ ഇവൻ ചെയ്ത ക്രൂരതയാണ്. യഥാർത്ഥത്തിൽ ഇവർ വെള്ളത്തിൽ മുങ്ങിയതൊന്നല്ല, കരുതുകൂട്ടി ഇവൻ ഈ ഭാര്യയെ മക്കളെ ഇല്ലാതെയാക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഭാര്യയുടെ പേരിൽ 10 ലക്ഷം ഇൻഷുറൻസ് വാങ്ങിയിരുന്നു. അപ്പോൾ ഭാര്യ മരണപ്പെട്ടാൽ അത് സ്വന്തമാക്കിക്കൊണ്ട് വീണ്ടും ഒരു സുന്ദരിയായ പെണ്ണെ തിരഞ്ഞുപിടിച്ച് ഒരു നിക്കാഹ് കഴിക്കുക എന്നുള്ള പ്ലാനൊക്കെ ഇവനുണ്ടായിരുന്നു. പക്ഷേ ഇത് ആദ്യമൊന്നും അറിഞ്ഞില്ല. സ്വാഭിരയുടെ മാതാപിതാക്കളാണ് ഇത് അറിഞ്ഞത്. കാരണം ഇടയ്ക്കിടെ ഭാര്യ സ്വാഭിരയുടെ ഉപ്പയോട് പറയുമായിരുന്നു തൻ്റെ സങ്കടം. അങ്ങനെ ഇവനെ പിടികൂടി
കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ വായി തുറന്ന് പറഞ്ഞു ഞാൻ കൊന്നതാണ് എന്ന്. അങ്ങനെ കേസ് വിചാരണ നടക്കുന്ന സമയത്താണ് ഇവന് മുങ്ങിയത്. പിന്നെ ഇവന് ഇവിടെയാണോ, ജീവിച്ചിരിപ്പുണ്ടോ, മരണപ്പെട്ടോ ഒന്നും അറിയില്ല. അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇവനെ പിടികൂടുന്നത്. ബാംഗ്ലൂരിൽ വെച്ചിട്ട് പറപ്പന അഗ്രഹാറിൽ വെച്ചിട്ടാണ് ഇവനെ പിടികൂടുന്നത്. ഇവൻ ചെയ്ത ക്രൂരത കാരണം ആ സമയത്തും വലിയ മതഭക്തനായിരുന്നു ഈ ഷെരീഫ് എന്നുള്ളത്. വെള്ള വസ്ത്രം ധരിച്ച്, വെള്ള തൊപ്പി ധരിച്ച്, താടി വെച്ചുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇവന് ജീവിച്ചു കൊണ്ടിരുന്നത്. ഇവനെ ഇപ്പോൾ പിടികൂടിയിരുന്ന ഒരു സന്തോഷ വാർത്തയാണ്. ഇതൊരു സന്തോഷ വാർത്ത എന്ന് പറയാൻ കാരണം ആ ഉപ്പ ഒരുപാട് തവണ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. എൻ്റെ മകനെ കൊന്ന ഈ ദുഷ്ടനായ ഷെരീഫ് ഇവൻ നേരെ പോയി ബാംഗ്ലൂരിൽ പോയി തൻ്റെ പേരും അതുപോലെ അഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഇവിടെ രണ്ടാമത് ഒരു വിവാഹം കഴിക്കുന്നത്. പക്ഷെ ആ നാട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല. ആ നാട്ടുകാർ നന്നായി വിശ്വസിച്ചാണ് ഏത് വിഷയത്തിൽ ഓടിച്ചെല്ലുക. അപ്പോൾ അവിടെ അവൻ്റെ ജോലി എന്ന് പറയുന്നത് ടാക്സി ഓടിക്കുന്ന ജോലിയാണ്. ഏത് വിഷയത്തിനും ഇവൻ്റെ ഈ ഒരു പ്രവർത്തനയ്ക്ക് കാണുമ്പോൾ അവരൊക്കെ നന്നായി വിശ്വസിച്ചതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട് ചില ആളുകളൊക്കെ, നമുക്ക് നന്നായി അവർ വിശ്വസിക്കും. അവരുടെ നമസ്കാരം തലപ്പാവും ഒക്കെ കണ്ടാൽ നാം വിചാരിക്കും അവർ നേരെ സ്വർഗത്തിലേക്കുള്ളവരാണ്. ഇങ്ങനെയുള്ള നാടകീയമായി അവരുടെ നാക്കുന്ന വരുന്ന ചില വാക്കുകൾ കേട്ടാൽ അവരുടെ സ്വഭാവം അറിയുകയുള്ളൂ. അങ്ങനെ പാവപ്പെട്ട ആ പിഞ്ചു പൈതൽ എത്ര തവണ കരഞ്ഞിട്ട് പോലും ആ ഉമ്മയെയും ആ മൂത്ത മകളെയും വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ്, ഓരോന്നായിട്ട്. കാരണം ഈ ഉമ്മയെ കൊല്ലുന്നു, ഇവരെ കൊല്ലുമ്പോൾ ആ വാപ്പ പിഞ്ചു പൈതൽ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ആ കുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അളവെന്നെടുത്ത് നോക്കുന്നെന്ന് ആ കട ഉടമസ്ഥൻ പറയുമ്പോൾ പോലും അതൊന്നും ഗൗനിക്കാതെ ആ പ്രിയപ്പെട്ട ആ സ്വാഭിരയുടെ ഉമ്മ മരണപ്പെട്ടു പോയി. ഉപ്പയുടെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ഇന്നിതാ പിടികൂടിയിരിക്കുകയാണ്. പിടികൂടിയത് തന്നെ അത്ഭുതകരമായി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയെന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നെ ഒരുപാട് കേസിൽ ഇവന് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു വേഷം എന്ന് പറയുന്നത് ഈ വെള്ള വസ്ത്രവും ഈ തലപ്പാവും ഈ താടിയാണ്. കാരണം ഇതിൽ മനുഷ്യരെ വഞ്ചിപ്പിക്കാൻ പെട്ടെന്ന് കഴിയുമെന്ന് പലർക്കും അറിയാം. എത്ര വിവരമില്ലാത്തവന് കുടുങ്ങിപ്പോയാൽ എൻ്റെ അടുത്തൊരാളെ കണ്ടു. കാരണം നാട്ടിൽ ഒന്നിനും നിലയും ഇല്ലാത്തൊരു മനുഷ്യൻ നാട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ട മനുഷ്യനാണ്. ഇവിടെ നാട്ടിൽപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് വലിയൊരു കോയാണ്. കാരണം ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, മന്ത്രിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ആളുകൾ പെട്ടെന്ന് രക്ഷ ഓടിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ, പെട്ടെന്ന് എന്തെങ്കിലും കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ നാം ഒന്നും അന്ധവിശ്വാസമായി അവരെ പിന്നിൽ കൂടുന്നവരുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ പൊന്നുമോൾ ഫിദാക്കും അതുപോലെ പൊന്നുമോൾ ഐഫാക്കും ആ പ്രിയപ്പെട്ട സഹോദരി സ്വാബിറാക്കും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അവർ ഖബ്ർ അള്ളാഹു വിശാലമാക്കട്ടെ. ഇവൻ അള്ളാഹു അർഹമായ ശിക്ഷ കൊടുക്കട്ടെ. ഇത്തരക്കാർ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുണ്ട്. നാം കണ്ണടച്ച് എല്ലാവരും വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇവനെ വിശ്വസിച്ചവർ പലരും ഇവൻ വഞ്ചിക്കുകയായിരുന്നു. അള്ളാഹു ഇത്തരത്തിലുള്ള ഷർറ് പിടിച്ച ജനങ്ങളെ തൊട്ട് നമ്മെ കുടുംബങ്ങളെല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം തൻ്റെ പ്രിയപ്പെട്ട മകൾക്കൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയാണ് 75 പവൻ സ്വർണവും അതുപോലെ 1 ലക്ഷം രൂപ കൊടുത്ത് വിവാഹം കഴിച്ചു. ഇവൻ്റെ മകളുടെ ജീവിതം സന്തോഷമാകട്ടെ. പക്ഷേ ഇവൻ ചെയ്ത പണിയോ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ സ്വാലിഹായ ഭർത്താക്കന്മാർ അള്ളാഹു നൽകട്ടെ. അള്ളാഹു എല്ലാവിധ ഷർറുകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു വലിയ സന്തോഷകരമായൊരു വാർത്തയാണ് പിടികൂടി എന്നുള്ളത്. കാരണം ചെയ്ത ക്രൂരത അത്രയായിരുന്നു. 12 വർഷത്തോളം എവിടെ പോയി എന്നറിഞ്ഞില്ലായിരുന്നു. പെട്ടെന്നാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത്. അള്ളാഹു അർഹമായ ശിക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.